NDRF വഴി ഈ ദുരന്തം നടന്നയുടൻ അനുവദിച്ച തുക എന്ന് പറയുന്നത് 215 കോടിയാണ്. ഇപ്പോൾ വായ്പയെക്കുറിച്ച് മാത്രമാണ് ഇതുവരെ പറഞ്ഞത്. അതുകൊണ്ട് NDRF വഴി അമിത്ഷായുടെ മറുപടിയിൽ നിന്നാണ് ഞാൻ കോട്ട് ചെയ്യുന്നത്. അത് നമുക്ക് ആർക്കൈവ്സിൽ നിന്ന് എടുത്ത് പ്ലേ ചെയ്യാൻ കഴിയുന്നതുമാണ്. ഈ NDRF വഴി 215 കോടി രൂപ ഉടൻ അനുവദിച്ചു. അതിനുശേഷം അനുവദിച്ചത് എന്തിനാണെന്നറിയുമോ? അവശിഷ്ടങ്ങൾ നീക്കം ചെയ്യുന്നതിന്. അവശിഷ്ടങ്ങൾ നീക്കം ചെയ്യുന്നതിന് അനുവദിച്ച 36 കോടി രൂപ ഇന്ന് ഈ നിമിഷം വരെ അവിടെ വിനിയോഗിച്ചിട്ടില്ല എന്നുള്ളതൊരു വസ്തുതയാണ്. ഇത് പാർലമെന്റിൽ രേഖാമൂലം അദ്ദേഹം പറഞ്ഞ മറുപടിയാണ്. അവിടെയുള്ള ഡെബ്രിസ് അതിപ്പോഴും അവിടെ കിടക്കുന്നുണ്ട്. അവശിഷ്ടങ്ങൾ നീക്കം ചെയ്തിട്ടില്ല. കെട്ടിട ഭാഗങ്ങൾ ഈ ദുരന്തബാധിതരായ മനുഷ്യർ തിരിച്ചവരുടെ ഭൂമിയിലേക്ക് തിരിഞ്ഞു ചെന്ന് നോക്കുമ്പോൾ 8 മാസമായി, 1-2 മാസമല്ല, അതിനിടയിൽ ഈ അവശിഷ്ടങ്ങൾ നീക്കം ചെയ്യുന്നതിന് സർക്കാരിന്റെ കയ്യിൽ പണം ഉണ്ടായിരുന്നില്ലേ? എന്തുകൊണ്ടാണ് ആ ദുരന്ത മേഖലയെ അതേപോലെ തന്നെ ഒരു പ്രേത ഭൂമിയായി ഇട്ടിരിക്കുന്നത് എന്ന ചോദ്യത്തിന് അവിടെ നമ്മുടെ റിപ്പോർട്ടേഴ്സ് പലതവണ അവിടെ പോയി റിപ്പോർട്ട് ചെയ്തതാണ്. ഇതിന്റെ ഓരോ 30 ദിവസമാകുമ്പോൾ, 3 മാസമാകുമ്പോൾ, അങ്ങനെ ഓരോ സമയത്തെയും എന്താണ് അവസ്ഥ എന്നുള്ളത് നമ്മുടെ റിപ്പോർട്ടേഴ്സ് കൃത്യമായി അവിടെ ചെന്ന് കാട്ടിത്തന്നതാണ്. അവിടെ ഈ ആളുകളുടെ പശുക്കളെയൊക്കെ കെട്ടുന്നതിനായി അവർ കിടന്നിരുന്ന മുറികൾ തന്നെ ഉപയോഗിക്കുന്ന രീതിയിലേക്ക് മാറിയത്, അവിടെ ഇപ്പോഴും ഈ അടിഞ്ഞുകൂടിയ മണ്ണും ചെളിയും കിടക്കുന്നത്, അതെല്ലാം ഇപ്പോഴും അവിടെ ചെന്ന് കഴിഞ്ഞാൽ കാണാൻ കഴിയുന്ന കാര്യമാണ്. അതൊക്കെ നീക്കം ചെയ്യുന്നതിന് കേന്ദ്രം അനുവദിച്ച 36 കോടി രൂപ ഈ നിമിഷം വരെ വിനിയോഗിക്കാത്തതിൽ എന്താണ് മറുപടി പറയാനുള്ളത്? വായ്പയെക്കുറിച്ചല്ല, 36 കോടി രൂപ അവശിഷ്ടങ്ങൾ നീക്കം ചെയ്യുന്നതിനായിട്ട് അനുവദിച്ചതിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്.